സ്മൃതി സാന്ദ്രം 2025 ആലുവ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഏപ്രിൽ മാസം 26 ശനി 27 സ്മൃതി സാന്ദ്രമായ മണിനാദത്തിലൂടെ വീണ്ടും വിദ്യാലയ സ്മരണകളുടെ വേലിയേറ്റം. ജീവിതരഥിയിൽ കണ്ടുമുട്ടലിന്റെ, സൗഹൃദം പങ്കുവെക്കലിന്റെ, കാതോർക്കലിന്റെ, ഗുരുവന്ദനത്തിന്റെ അവിസ്മരണീയ നിമിഷങ്ങൾ. സീരു ചൊല്ലുവാൻ നാവിനാകേണമേ സ്നേഹമാകുന്ന ഗീതമോ എന്റെ കാതിലിണയാകണേ. സത്യമെന്നുള്ള ശീലമോടെ നാം ശാന്തി അറിയണമേ. ആദ്യമായി നമുക്ക് ഞങ്ങൾ കമ്മിറ്റിയായിട്ട് ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങളുടെ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇവിടെ പൊതുവെ എല്ലാവർക്കും സുപരിചിതനായിരിക്കുന്ന ബെന്നി ബെഹനാൻ സാറ് വരാമെന്ന് സമ്മതിക്കുകയും ഞാൻ നേരിട്ട് കണ്ടില്ല. പക്ഷേ ഞാനൊരു 20-ാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമാണ്. 26-ാം തീയതിയാണ് നമ്മളിങ്ങനെ ഒരു പൊതുസമ്മേളനം വെക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒരു വിദ്യാലയത്തിൻ്റെ നെടുംതൂണ്. നമ്മൾ ഇന്ന് രാവിലെയൊക്കെ ചർച്ച ചെയ്ത പല കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഓരോ കാണിച്ചു കൊടുക്കുന്ന വിധം നമ്മുടെ സാങ്കേതിക വിദ്യ വികസിച്ചു. അതുകൊണ്ട് ഇന്ന് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളാണ്, ടെക്നോളജി വികസിച്ചപ്പോൾ അതനുസരിച്ച് നമ്മളും മാറേണ്ടതുണ്ട്. നമ്മൾക്കറിയാം, ഇപ്പം നമ്മുടെ സൗകര്യങ്ങൾ നമുക്കിവിടെ ഒരുക്കാൻ പറ്റുന്നത്, നമുക്ക് ഗവൺമെൻറ് ഞങ്ങൾക്ക് നമ്മുടെ ജീവനക്കാർക്കുള്ള ശമ്പളവും ബോർഡിംഗ് ഗ്രാൻഡും മാത്രമാണ് തരുന്നത്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കേരള ബ്ലൈൻഡ് സൊസൈറ്റി സ്പോൺസർഷിപ്പിലൂടെയാണ്. സ്മൃതി സാന്ദ്രം 2025 എന്നെ നിങ്ങൾക്ക് കാണാൻ പലർക്കും കഴിയില്ല. ഇപ്പോൾ പണ്ടത്തേക്കാളൊക്കെ ഉപരിയായ ആധുനിക സാങ്കേതിക ശാസ്ത്ര സാങ്കേതിക സഹായത്തോടുകൂടി നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയും, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഞാൻ കുര്യാക്കോസാറൊക്കെ വന്ന സമയത്ത് അത്തരം ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുണ്ടായിരുന്നു. നമ്മളൊരു പുതിയ ലോകത്താണ് ജീവിക്കുന്നത്. കമ്പ്യൂട്ടർ എല്ലാം നിങ്ങൾ ചോദിക്കില്ല, എനിക്കറിയാം. അത്യാവശ്യമാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ലാപ്ടോപ്പും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ആധുനിക സജ്ജീകരണം. ഞാൻ പ്രിൻസിപ്പളിനോട് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞത്, ഈ ആധുനിക സൗകര്യങ്ങളുള്ള സാങ്കേതിക വിദ്യയുള്ള കമ്പ്യൂട്ടർ ലാപ്ടോപ്പിലൊക്കെ ഒരുപക്ഷെ 70,000 വരെ 70,000 രൂപ വരുന്നതാണ്. അങ്ങനെ വന്നാൽ തന്നെയും അതുൾപ്പെടെ അത്യാവശ്യം ഈ സ്കൂളിൻ്റെ അധികാരികളുമായി ബന്ധപ്പെട്ട് ഇതൊരു എയ്ഡഡ് സ്കൂളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക്
തരുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, തരാൻ ഞാൻ ഉറപ്പ് നൽകുന്നു. വളരെ വൈകാതെ തന്നെ ഒരു വിഷയം വന്നു അതുമായി ബന്ധപ്പെട്ട് ഞാൻ പോകാം എന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നടക്കുന്നില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തെ ഇന്ന് പരിപോഷിക്കാനെന്നും സഹായിക്കാം. പക്ഷെ എൻ്റെ വ്യക്തിപരമായ എൻ്റെ കയ്യിൽ നിന്നും ആ സമീപിച്ചിരിക്കുന്ന ഫണ്ടിലേക്ക് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭാവന ഞാൻ കൊണ്ടിട്ടു എന്ന് ഞങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും നിങ്ങളെക്കാൾ കൂടുതൽ ഭാഗ്യമുള്ളവരാണെന്ന്. ഭാഗ്യമെന്ന് പറയുന്നത് പല രീതിയിലാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് കാഴ്ചശക്തി ഉണ്ട്. ഓർമ്മയിലൊരോട് കുഴൽ വിളിച്ചു നമ്മൾ ഓർമ്മകളെല്ലാം ചീകഞ്ഞെടുത്തു. ബാല്യകൗമാരത്തിനോളിയിട്ടു നമ്മളെന്നും മറക്കാത്തൊരോർമ്മകൾക്കായി ഒന്നോർത്തിരിക്കാം നോർത്തെടുക്കാൻ. അന്നു പഠിച്ച വിദ്യാലയത്തിൽ മുറ്റത്തെ മാവൊന്നുലച്ചു നോക്കാം, വീഴുമക്കണ്ണി മങ്ങെടുത്തു തിന്നാൻ. മരണം വരെയും ഓർത്തിരിക്കാനായുള്ള ചില ധന്യമായ നിമിഷമുണ്ട്. Serving this great nation India with translations of the scripture and also printing and publishing and providing. And it is with one vision that we serve, that is to provide God's word to the so this is all the basic features. ഡിവൈസ് എന്ന് പറയുന്നത് ഏറ്റവും വില കൂടിയ നല്ല ഒരു ഡിവൈസ് ആണ്. അത് വളരെ സ്ട്രോങ് ആയ ഒരു ഡിവൈസുമാണ്. മാത്രമല്ല ഇത് സോളാർ പവേർഡ് ആണ്. ജസ്റ്റ് സോളാർ ഇതിനോട് ചാർജ് ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയാണ്. പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നിമിഷത്തിൽ പ്രത്യേകിച്ച് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയോട് പ്രതിനിധീകരിച്ച് സ്നേഹമുള്ള മീഡിയ ആൻഡ് ഐ ടി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കാലവി മാർട്ടി സാറിനോടും അതുപോലെ തന്നെ ബൈബിൾ സൊസൈറ്റി കേരള ഓഫീസിലെ സ്റ്റാഫ് അംഗങ്ങളോടും പ്രസംഗത്തിന് എത്താമെന്ന് പറഞ്ഞ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ജേക്കബ് ജോൺ അച്ഛൻ വന്നിട്ടില്ല എങ്കിലും അതുപോലെ നമ്മുടെ ജാതി മത പരിവേഷമില്ലാതെ നാം ഒത്തുചേർന്നോടിക്കളിച്ചതുണ്ട്. പട്ടിണി പാവങ്ങളൊട്ടും വയറുമായി പൊട്ടിച്ചിരിച്ചു കളിക്കലുണ്ട്. പുസ്തകത്താളിൽ ഒളിച്ചു വെച്ചു നമ്മളന്നോ പവിത്രമായുള്ള സ്നേഹം. കാലം നമുക്ക് വരച്ചു തന്നു വിരൽ തുമ്പിനാൽ നഗ്നത ഒപ്പിവെക്കാൻ. നമ്മളുണ്ട് നമ്മിൽ അന്യമായി തീരുന്ന ജന്മാന്തരത്തിന്റെ പുണ്യമുണ്ട്. നമ്മളുണ്ട് നമ്മിൽ അന്യമായി തീരുന്ന ജന്മാന്തരത്തിന്റെ പുണ്യമുണ്ട്. ഇത്രയും ദിവസമായാലും ഇന്നവരെ കിട്ടാത്ത ഒരു നല്ലൊരു കൂട്ടായ്മയായിരുന്നു 3 ദിവസം. അതുപോലെ തന്നെ എല്ലാവരും ജേക്കബേട്ടനാണെങ്കിലും ഞങ്ങളെ ഇവിടെ സംസാരം എല്ലാവരും അതുപോലെ നോക്കി വളരെ ഇവിടുത്തെ ഇന്നത്തെ സ്നേഹം വെച്ച് നോക്കുകയാണെങ്കിലും അന്നത്തെ സ്നേഹം വെച്ച് നോക്കുകയാണെങ്കിലും എല്ലാം ഞങ്ങൾക്ക് സുഖകരമാണ്. എല്ലാവരും നല്ല സ്നേഹം. ഈ 2 ദിവസം ഞങ്ങൾക്ക് ഏറ്റവും സുഖകരമായ ഒരു ദിനമായിട്ട് ഞങ്ങൾ കരുതുന്നുണ്ട്. അവരുടെ അസൗകര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്തായാലും ഇവിടെ വരാൻ പറ്റിയും പഴയ സാറന്മാരെയും ടീച്ചർമാരെ കാണാൻ പറ്റി വളരെ വളരെ സന്തോഷം. ഈ അടുത്ത വർഷവും കാണാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞു. കഴിഞ്ഞ 2 വർഷക്കാലം അടുപ്പിച്ച ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഞാൻ കടന്നു വരികയും മറ്റ് ഇവിടെ എല്ലാ പ്രവർത്തകരെയും കാണുവാനും അവർക്ക് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്തു തരാനും എല്ലാം സന്നദ്ധരാണ്. അവരുടെ വളരെ സ്നേഹത്തിനാണ് ഞാൻ നന്ദി പറയുന്നു. എന്നെ ഇവിടെ കൊണ്ടുവന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇനി തുടർന്ന് വരുവാൻ ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ചേച്ചിമാരെയും കൂട്ടുകാരെയും അതുപോലെ അനിയന്മാരെയും അനിയത്തിമാരെയും പലരെയും എനിക്ക് അറിയത്തില്ലെങ്കിലും ഒരുപാട് പേരെയൊക്കെ കുറച്ചുപേരെയൊക്കെ പരിചയപ്പെട്ടു. ഇനി ഒരുപാട് പേരോട് പരിചയപ്പെടാനുണ്ട്. സന്തോഷം മനസ്സിന് ആത്മാവിന് നൽകുന്ന ശരീരത്തിൽ ഉത്തേജനം നൽകുന്ന തരത്തിലുള്ള എല്ലാ പരിപാടികളും നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. എല്ലാവരെയും കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. സന്തോഷവും എല്ലാ തരത്തിലും അനുഭവിക്കാൻ എല്ലാ ഏകാഗ്രതയും എന്നിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് അകന്നു പോയ പോലെ ഇനി അങ്ങനെ വരാൻ സന്തോഷം. ഈ അലുമിനി മീറ്റിങ്ങുകൾ വരും വർഷങ്ങൾ നടക്കുമ്പോൾ കൂടുതൽ മെമ്പേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. അതുപോലെ ഉള്ളവർ
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാനൊക്കെ സാധിച്ചു. ഓൾ ഓവർ നമ്മുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ ഇത്തവണ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പഠിപ്പിച്ചിപ്പോൾ 3ാമത്തെ വർഷമാണ് വരുന്നത്. നമ്മുടെ മണ്ണാർപ്പുഴയിൽ അച്ഛൻ പോകാനൊരു മനസ്സില്ല, പക്ഷെ പോയല്ലേ പറ്റും. സത്യമാണ് പറയുന്നത്. ഇനിയിപ്പോ ഇവിടെ നമുക്ക് സ്ഥാനമില്ല, അല്ല അങ്ങനെയല്ല, നിന്നോരെ ഉച്ചാരണമുള്ള അനുവാദം അത് തന്നെ പോയാലേ പറ്റുമോ. അപ്പൊ എന്തായാലും ഞാനിപ്പോ പോകും. എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന കാലം വരെ ഇങ്ങോട്ട് എന്തായാലും വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. എല്ലാവരും സഹകരണം തന്നതിൽ വളരെ സന്തോഷം. ഇവിടുത്തെ എല്ലാ സ്റ്റാഫും അലുമിനിയുടെ ഭാരവാഹികളും നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളും പിന്നെ നമ്മുടെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു. വളരെ സന്തോഷം. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇന്നലെ രാത്രിയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ കമ്മിറ്റിയുടെ എക്സ് ഒരു തോന്നൽ അതിൽ സന്തോഷിക്കുവാനും എൻ്റെ അനിയന്മാരെയും അനിയത്തിമാരെയും കൂടുതൽ ഒരുപാട് ചേച്ചിമാരോട് സംസാരിച്ചു. എല്ലാ ആൾക്കാരോടും ഒരുപാട് സംസാരിച്ചു സന്തോഷിക്കാൻ. ഇതിനൊക്കെ കൂടുതൽ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ കൂട്ടുകാരെ വരുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കേണ്ടത് നമ്മൾ മാത്രം വിദ്യാലയത്തിൽ മുറ്റത്തെ മാവൊന്നുളച്ചു നോക്കാം. ആ വീഴും കണ്ണിമങ്ങുന്നെടുത്തുതിന്നാൻ മരണം വരെ ഓർത്തിരിക്കാനായുള്ള ചിരധന്യമായ നിമിഷമുണ്ട്. ജാതി മത പരിവേഷമില്ലാതെ ഒത്തുചേർന്നോടി കളിച്ചതുണ്ട്. പട്ടിണി പാവങ്ങളൊട്ടും വയറുമൺ പൊട്ടിച്ചിരിച്ചു കളിക്കലുണ്ട്. നന്മയുണ്ട്, നന്മരങ്ങളുണ്ട്, നന്മ വിരിഞ്ഞവർ നമ്മിലുണ്ട്. നന്മയുണ്ട്, നന്മരങ്ങളുണ്ട്, നന്മ വിരിഞ്ഞവർ നമ്മിലുണ്ട്. കനലുണ്ട്, കനലെരിയും ഓർമ്മയുണ്ട്, നോവിന്റെ നൊമ്പര പൂക്കളുണ്ട്. കനലുണ്ട്, കനലെരിയും ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് പരസ്പരം കാണാനും പങ്കിടാനും നമ്മുടെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഒരു നല്ല അവസരമാണ്. അതിന് വേണ്ടിയിട്ട് ഈ സ്കൂളും മാനേജ്മെൻറ്റും ഒക്കെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് സ്കൂളുകൾ നോക്കിയാലും കേരള ബ്ലൈൻഡ് സൊസൈറ്റിയുടെ